ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ തിരുവചനവുമായി ഒരു ദിവസം കൂടെ എഴുന്നേറ്റ് നിൽപ്പാൻ ദൈവം തന്ന ആയുസ്സിനെ ഓർത്ത്, സാഹചര്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിന് മുമ്പുള്ളതായ ഒരു പ്രസംഗത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനും ലോക അവസാനത്തിനും ലക്ഷണമെന്ത് എന്ന് പരീശന്മാരും ശിഷ്യന്മാരും കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന മറുപടിയായിരുന്നു ചിന്തിച്ചത്. ലോക അവസാനത്തിനുള്ളതായ സമയം എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് കൊടുത്തതായ മറുപടിയിൽ പഴയ നിയമത്തിൽ സ്വർഗത്തിലെ ദൈവം നടത്തിയ 2 ന്യായവിധിയും ആ ന്യായവിധിയുടെ സമയത്തുണ്ടായിരുന്ന 2 ദൈവമക്കളുടെ പേരും പരാമർശിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നത് ഒന്ന് നോഹയുടെ കാലം പോലെ ആകുമെന്നാണ്. പഴയ നിയമത്തിൽ നോഹയുടെ കാലത്താണ് ജലപ്രളയം വരികയും ഭൂമിയെ സ്വർഗത്തിലെ ദൈവം ശുദ്ധീകരിച്ചെടുക്കുകയും ചെയ്തത്. അന്നൊരു ന്യായവിധി ഭൂമിയിൽ സ്വർഗത്തിലെ ദൈവം നടത്തി. രണ്ടാമത് കർത്താവ് പറയുന്നുണ്ട് ലോത്തിൻ്റെ കാലം പോലെ ആകും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനോടടുത്ത സമയം ലോത്തിൻ്റെ കാലം പോലെ ആകും എന്ന് കർത്താവ് പറയുന്നുണ്ട്. അതും പഴയ നിയമത്തിലെ ഒരു ന്യായവിധിയെയാണ് കാണിക്കുന്നത്. സോദോം, ഗൊമോറ എന്നീ പട്ടണങ്ങളെ ദൈവം സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി നശിപ്പിച്ചതാണ് സൊദോമിലെയും ഗൊമോറയുടെയും ചരിത്രത്തിലൂടെ നാം കാണുന്നത്. അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനോട് അടുക്കുന്ന സമയം ഇതുപോലെ ഒരു കാലഘട്ടമായിരിക്കും. ദൈവം ഭൂമിയിൽ ആദ്യം ഈ 2 ന്യായവിധികൾ നടത്തിയപ്പോൾ ഭൂമിയിലെ മനുഷ്യരുടെ സ്വഭാവം എന്തായിരുന്നോ, അവസ്ഥ എന്തായിരുന്നോ, അതിന് സമാനമായിരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അന്ന് ആ കഴിഞ്ഞ പ്രസംഗത്തിൽ നാം നോഹയുടെ കാലത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ഒരു വാക്ക് അന്ന് നാം പ്രത്യേകമായി പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. അതിക്രമം കൊണ്ട് നിറഞ്ഞ ഒരു തലമുറ, വയലൻസ് എന്ന വാക്കാണ് ഉദ്ദേശിച്ചത്. വയലൻസ്. നോഹയുടെ കാലത്ത് അതിക്രമം, അക്രമം നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടമായിരുന്നു. പിന്നീട് കർത്താവ് ഇപ്പോൾ പറയുന്നത് ലോത്തിൻ്റെ കാലമെന്നാണ്. ഇന്ന് അല്പനേരം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ലോത്തിൻ്റെ കാലത്തെക്കുറിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. ലോത്തിൻ്റെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത, നോഹയുടെ കാലത്ത് അതിക്രമം, വയലൻസ് ആയിരുന്നു കൂടുതലെങ്കിൽ ലോത്തിൻ്റെ കാലത്ത് ഹൈപ്പർ സെക്ഷുവാലിറ്റിയാണ്, അഥവാ സെക്ഷുവൽ ഇമ്മൊറാലിറ്റി. നോഹയുടെ കാലത്ത് വയലൻസ്, ലോത്തിൻ്റെ കാലത്ത് സെക്ഷുവൽ ഇമ്മൊറാലിറ്റി. ഈ 2 കാര്യങ്ങൾ, വയലൻസും സെക്ഷുവൽ ഇമ്മൊറാലിറ്റിയും രണ്ടും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു കാലം. രണ്ടും ഭൂമിയിൽ ഏറ്റവും കൂടുതലായി വ്യാപരിക്കുന്ന ഒരു കാലം. നോഹയുടെ കാലത്തെ സ്വഭാവം, മനുഷ്യരുടെ സ്വഭാവം ഈ കാലത്ത് തിരികെ വരും. അതുപോലെ തന്നെ ലോത്തിൻ്റെ കാലത്തെ മനുഷ്യരുടെ സ്വഭാവം അവസാന നാളിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സമയത്ത് തിരികെ വരുമെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവ് പറയുന്നു ഇത് രണ്ടും ഉണ്ടാകും. നോഹയുടെ കാലത്ത് വയലൻസ് ആയിരുന്നെങ്കിൽ, ലോത്തിൻ്റെ കാലത്ത് സെക്ഷുവൽ ഇമ്മൊറാലിറ്റി ആയിരുന്നെങ്കിൽ, കർത്താവ് രണ്ടാമത് വരുമ്പോഴേക്കും ഇത് രണ്ടും ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുമെന്നാണ് പറഞ്ഞത്. നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും, ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഈ വയലൻസും സെക്ഷുവൽ ഇമ്മൊറാലിറ്റിയും ഏറ്റവും കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. പ്രായഭേദമില്ലാതെ, മനുഷ്യ ലിംഗവ്യത്യാസമില്ലാതെ ലൈംഗിക അതിക്രമത്തിലേക്കും ലൈംഗിക താല്പര്യങ്ങളിലേക്കും അമിത ആവേശത്തിലേക്കും മനുഷ്യർ പോകുന്ന ഒരു കാലം. അതിന് നിയമപരമായ സംരക്ഷണം ലഭിക്കുന്ന ഒരു കാലം. ലോത്തിൻ്റെ കാലത്ത് അന്നും ഉണ്ടായിരുന്നു ഒരുപക്ഷെ നിയമസംരക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. അതേക്കുറിച്ചെല്ലാം നമുക്കൊരല്പനേരം ചിന്തിക്കാം. ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിച്ചതായ ആ ലോത്തിൻ്റെ കാലത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. അതിന് ആധാരമായി ഒരു വേദഭാഗം വായിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു.
ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധകവും പെയ്തു എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. നോഹയുടെ കാലത്തെക്കുറിച്ച് പറയുന്നു, ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിൻ്റെ കാലത്തെക്കുറിച്ച് പറയുന്നു, സോദോം വിട്ട നാളിൽ, ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധകവും പെയ്തു എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ഇവരുടെ രണ്ടുപേരുടെയും നാളിൽ ഭൂമിയിലുള്ള മനുഷ്യരെ ലോത്തിൻ്റെ കാലത്ത് ആ ദേശത്തുള്ളവരാണെങ്കിൽ നോഹയുടെ കാലത്ത് സകല മനുഷ്യരെയും മുടിച്ചു കളഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. രണ്ട് ന്യായവിധിയുടെ സന്ദർഭങ്ങളാണ്. അതുപോലെ ഒരു സന്ദർഭമായിരിക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനും. ഇവിടെ നാം വായിച്ചത് ലോത്തിൻ്റെ കാലത്തെക്കുറിച്ചാണ്. അവിടെ ലോത്ത് ആരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അബ്രഹാമിൻ്റെ സഹോദരനായ ഹാരാൻ്റെ മകനാണ് ലോത്ത്. എന്നാൽ ഹാരാൻ അധിക നാൾ കഴിയുന്നതിന് മുമ്പ്, ലോത്തുണ്ടായി അധിക നാൾ കഴിയുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് മരിച്ചുപോയി, കടന്നുപോയി. അപ്പോൾ അപ്പനില്ലാത്ത മകനായിട്ടാണ് ലോത്ത് വളരുന്നത്. പക്ഷേ അപ്പനില്ലാത്തതിൻ്റെ സങ്കടമോ വേദനയോ ഒന്നും ലോത്തിനെ പക്ഷെ അറിയിക്കുന്നതായി നാം വേദപുസ്തകത്തിൽ കാണുന്നില്ല. കാരണം അബ്രഹാം ലോത്തിനെ എല്ലായിടത്തും ചേർത്ത് നിർത്തുന്നുണ്ട്. തൻ്റെ സഹോദരൻ്റെ മകനായ ലോത്തിന്, അപ്പൻ നഷ്ടപ്പെട്ട ആ മകന് അപ്പനില്ലാത്തതിൻ്റെ വിഷമം ഒരിക്കലും അറിയിക്കാത്ത പോലെയാണ് നാം തിരുവചനം വായിക്കുമ്പോൾ ലോത്തിനെ അബ്രഹാം കരുതുന്നത്. കാരണം അബ്രഹാമിനെ ദൈവം വിളിച്ച് കനാൻ ദേശത്തേക്ക് പുറപ്പെടുക എന്ന് പറയുമ്പോൾ ഭാര്യയെയും മക്കളെയും കൂട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ ലോത്തിനെയും കൂട്ടുന്നുണ്ട്. അപ്പനില്ലാത്ത മകനായ ലോത്തിനെ, തൻ്റെ പൗത്രനായ ലോത്തിനെയും അബ്രഹാം കൂട്ടുന്നുണ്ട്. കാരണം അബ്രഹാമിനൊരു ദൈവത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. അബ്രഹാം വിശ്വാസിയായിരുന്നു. ദൈവവിളി കേട്ട നാൾ മുതൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി. ഒരു പക്ഷേ നാം കേട്ടിട്ടുണ്ടാകും, അബ്രഹാം വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റിരുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ. എന്നാൽ ദൈവത്തെ അറിഞ്ഞു തുടങ്ങിയ സമയം, ദൈവവിളി ലഭിച്ചതായ സമയം അബ്രഹാം വിഗ്രഹങ്ങളെ വിട്ടുകളഞ്ഞു. അതെല്ലാം ലോത്ത് കൂടെ നടന്ന് കാണുന്നുണ്ട്. അബ്രഹാമിൻ്റെ വിശ്വാസം ലോത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് അബ്രഹാം പുറപ്പെടുന്നതായ സമയത്ത് ലോത്തിനെയും അബ്രഹാം കൂട്ടുന്നുണ്ട്. ഈ ലോത്തിൻ്റെ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാമത് നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യം. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായിയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങളുണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. ദൈവത്തിൻ്റെ വിളി രണ്ടാമത് അബ്രഹാമിന് ലഭിച്ചപ്പോൾ ഹാരാനിൽ തറ്റുകിടക്കുകയായിരുന്നു. അന്ന് ആ മെസൊപ്പൊത്താമിയയിൽ നിന്ന് പുറപ്പെട്ടു, ഇടയ്ക്ക് വെച്ച് പിതാവിനെ നഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഹാരാനിൽ വെച്ചാണ്. ആ ഹാരാനിൽ പിന്നെ അങ്ങ് തങ്ങിപ്പോയി അബ്രഹാം. എന്നാൽ അവിടെ വെച്ച് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ അങ്ങനെയാണ് കാണുന്നത്. അബ്രഹാമിന് ദൈവം വീണ്ടും അവിടെ വെച്ച് പ്രത്യക്ഷപ്പെടുകയാണ്. നീ ഈ ഹാരാനിൽ കിടക്കേണ്ടവനല്ല, ഞാൻ നിന്നെ വിളിച്ചതാണ്, ഞാൻ നിന്നെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞ് ആ ദേശത്തെ വിട്ട്, നീ ഇപ്പോൾ നിൽക്കുന്ന ഈ ദേശത്തെയും നിനക്കുള്ളതിനെയും വിട്ട് നീ പുറപ്പെടുക എന്ന് പറഞ്ഞു. അങ്ങനെ അബ്രഹാം പുറപ്പെടുമ്പോൾ, ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ കൂടെ ലോത്തിനെയും കൂട്ടി. എന്താണ് ഇതിൻ്റെ അർത്ഥം? രക്ഷപ്പെടാനുള്ളതായ മാർഗം കിട്ടിയതായ ഒരു വ്യക്തിയാണ് ലോത്ത്. ദൈവത്തെ അറിയുവാനുള്ളതായ ദൈവവിളി കിട്ടിയതായ അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയാണ് ലോത്ത്. രക്ഷിക്കപ്പെടുവാനുള്ളതായ, ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ നിന്ന് രക്ഷ നേടുവാനുള്ളതായ മാർഗം വെളിപ്പെട്ട് കിട്ടിയ ഒരു വ്യക്തിയാണ് ലോത്ത്. ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്ന അബ്രഹാമിൻ്റെ പിന്നാലെ വരുവാനുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ലോത്ത്. ലോത്തിനൊരു അവസരം കിട്ടിയില്ല എന്ന് ഇനി ലോത്തിന് പറയാൻ കഴിയുമോ? ലോത്ത് അബ്രഹാമിൻ്റെ ദൈവത്തെ പരിചയപ്പെട്ടതാണ്. അബ്രഹാം ദൈവത്തോടു കൂടെ നടക്കുന്നത്, അബ്രഹാം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നത്, അബ്രഹാമിൻ്റെ ജീവിതത്തിലുള്ളതായ നിഷ്ഠകൾ, പ്രാർത്ഥന, ദൈവത്തിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നത്, ഇതെല്ലാം ലോത്ത് കണ്ടാണ് മുമ്പോട്ട് പോരുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് ലോത്ത്. ദൈവമക്കളെ, ഈ ഒരു ഭാഗ്യം ഒരു പക്ഷേ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളിൽ നല്ല ബഹുഭൂരിപക്ഷം വരുന്ന ജനത്തിനും കിട്ടിയതാണ്, ആളുകൾക്കും കിട്ടിയതാണ്. എൻ്റെ ജീവിതത്തിലും എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. ഇത് ഞാൻ അല്പം ഊന്നി പറയാനുള്ള കാരണം, ഇതൊരു ഭാഗ്യമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു മഹാഭാഗ്യമാണ്
ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും അത് വിശ്വസിക്കുവാനും ആ വചനമനുസരിച്ച് ജീവിക്കണം എന്നുള്ളതായ ഒരു തീരുമാനമെടുക്കാനും കിട്ടുന്ന ഭാഗ്യം എന്ന് പറയുന്നത്. ഈ ലോകത്ത് എത്രയോ കോടി ജനങ്ങളുണ്ട്. അതിൽ എത്ര പേർക്ക് ഈ യേശുക്രിസ്തുവിൻ്റെ വചനം, രക്ഷിക്കപ്പെടുവാനുള്ളതായ വചനം, നിത്യനാശത്തിലേക്ക് പോകാതെ രക്ഷപ്പെടുവാനുള്ളതായ വചനം എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? നമ്മളിൽ അനേകർക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാനിത് ഭാഗ്യമെന്ന് പറയാൻ കാരണം ഈ വചനം കേട്ടതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ജീവനോടെ നിൽക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ വചനം കേൾക്കുവാനും അത് വിശ്വസിക്കുവാനുള്ള ഒരു മഹാഭാഗ്യം കിട്ടിയതുകൊണ്ടാണ് ഇന്ന് മാന്യമായ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കാൻ കാരണം. അല്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ ഈ ലോകത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടേക്കാം. അതിനുള്ളതായ സാഹചര്യത്തിലേക്കൊക്കെ ആയിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ തക്ക സമയത്ത് ഭാഗ്യവശാൽ ദൈവത്തിൻ്റെ അനന്തമായ കൃപയാൽ എനിക്ക് ഈ വചനം കേൾക്കുവാനും അത് വിശ്വസിക്കുവാനുള്ളതായ ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ലോത്ത്. ദൈവത്തിന് സ്തോത്രം. രക്ഷയുടെ മാർഗം, രക്ഷാമാർഗം മനസ്സിലായ ഒരു വ്യക്തിയാണ്. ദൈവത്തോടു കൂടെ പോകുന്ന ജനത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ലോത്ത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. മതി. ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളത് എന്ന് കണ്ടു. ദൈവമക്കളെ, അങ്ങനെ അബ്രഹാമും ലോത്തും അവരുടെ കുടുംബവും സമ്പത്തുമായിട്ട് ഹാരാനിൽ നിന്ന് പുറപ്പെട്ടു കനാനിൽ എത്തി. കനാനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ 2 സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു. ആ സ്ഥലത്ത് അവർ പാർക്കുകയാണ്. അവിടെ വെച്ച് അവരുടെ സമ്പത്ത് വീണ്ടും വർദ്ധിച്ചു. അബ്രഹാമിന് മാത്രമല്ല, ലോത്തിൻ്റെയും സമ്പത്ത് വർദ്ധിച്ചു. അതിസമ്പന്നനായി തന്നെ ലോത്തും തീർന്നു. ധാരാളം ആടുമാടുകൾ, ഒട്ടകങ്ങൾ, ധാരാളം സമ്പത്തുണ്ടായി. പക്ഷേ ഈ സമ്പത്ത് കൂടിയപ്പോൾ ഒരു പ്രയാസമുണ്ടായി, ഒരു ബുദ്ധിമുട്ടുണ്ടായി. എന്താണെന്നറിയാമോ? ഈ ലോത്തിൻ്റെ ആടുകളെ നോക്കുന്ന ഇടയന്മാരും അബ്രഹാമിൻ്റെ ആടുകളെ നോക്കുന്ന ഇടയന്മാരും തമ്മിൽ വഴക്ക്. കാരണം 2 യജമാനന്മാരുടെയും ഈ ആടുകളെയും കന്നുകാലികളെയെല്ലാം മേയ്ക്കുന്നതിനുള്ളതായ സ്ഥലം തികയുന്നില്ല. അപ്പോൾ കന്നുകാലികളുടെ ആഹാരത്തിന് വേണ്ടി ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കിയാണ്. ഇത് ലോത്തിൻ്റെ ആടുകൾക്കുള്ള സ്ഥലമാണ്, നിങ്ങൾ ഇങ്ങോട്ട് കടക്കരുത്. ഇത് അബ്രഹാമിൻ്റെ ആടുകൾക്കുള്ള സ്ഥലമാണ്, ഇങ്ങോട്ട് കടക്കരുത്. ഇവർ തമ്മിലാണ് വഴക്ക്. ലോത്തും അബ്രഹാമും തമ്മിൽ വഴക്കില്ല, പക്ഷെ അവരുടെ ഇടയന്മാർക്കിടയിൽ വഴക്ക്. ഇത് സമ്പത്ത് വർദ്ധിക്കുമ്പോഴുണ്ടാകുന്ന കാര്യമാണ് കേട്ടോ. സമ്പത്ത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വർദ്ധിക്കുമ്പോഴാണ് മനുഷ്യരുടെ ഇടയിൽ വഴക്കുണ്ടാകുന്നത്. അനേക വഴക്കിൻ്റെയും കാരണം അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതുവരെയും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ സ്വസ്ഥമായി സമാധാനമായി ജീവിച്ചു. പക്ഷേ ആരുടെയെങ്കിലും ഒരാളുടെ, സഹോദരന്മാരിലോ സഹോദരിമാരിലോ ആരുടെയെങ്കിലും ഒരാളുടെ സമ്പത്ത് അങ്ങ് വർദ്ധിച്ചു കഴിയുമ്പോൾ പിന്നെ അവരുടെ ഇടയിൽ അക്കച്ചക്കലുകൾ ഉണ്ടാകുന്നു, വഴക്കുകൾ ഉണ്ടാകുന്നു. എല്ലായിടത്തും ഉണ്ടാകുമെന്നല്ല, എല്ലാവരുടെയും ജീവിതത്തിലുണ്ടെന്നല്ല പറഞ്ഞു. പക്ഷെ നല്ലൊരു പങ്ക് ആളുകളുടെയും ഇടയിൽ ജീവിതത്തിൽ സമ്പത്ത് വഴക്കുകൾക്കൊരു കാരണമായി തീരുന്നു. ഇല്ലേ? വീടുകളിലേക്ക് നോക്കിയാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൻ്റെ സ്വത്ത് അല്ലെങ്കിൽ കുടുംബ സ്വത്ത് വീതിച്ചതായ സമയത്ത് എനിക്ക് കിട്ടേണ്ടതുപോലെ കിട്ടിയില്ല എന്നുള്ള അതൃപ്തിയോടുകൂടി കഴിയുന്ന എത്രയോ മക്കളുണ്ട്. ഇല്ലേ? എനിക്ക് കിട്ടേണ്ടത് മുഴുവൻ കിട്ടിയില്ല, അതാ ചേട്ടനാണ് കൂടുതൽ കൊടുത്തത്, അല്ലെങ്കിൽ അനിയനാണ് കൂടുതൽ കൊടുത്തത്, എനിക്ക് കിട്ടിയില്ല. ഇങ്ങനെ പരാതികൾ എത്രത്തോളമുണ്ട് ദൈവമക്കളെ. ഇത് നാം സാധാരണയായി കാണുന്ന ഒരു കാര്യമാണ്. ഇതാ ഇവരുടെ ഇടയിൽ വഴക്കുണ്ടായത് ആ സമയത്ത് ഈ ദൈവവൈതലായ ദൈവത്തോട് കൂടെ നടക്കുന്നതായ അബ്രഹാം ലോത്തിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സഹോദര, നമ്മുടെ ഇടയിൽ വഴക്കുണ്ടാവരുത്. നമ്മുടെ ഇടയിൽ വഴക്കില്ലല്ലോ, ലോത്തിൻ്റെയും അബ്രഹാമിൻ്റെ ഇടയിൽ വഴക്കില്ലല്ലോ. പിന്നെ എന്താണാവോ അബ്രഹാം അങ്ങനെ പറഞ്ഞത്? അത് അബ്രഹാം മുന്നിൽ കണ്ടതുകൊണ്ടാണ്. ഒരു ദൈവവൈതലിന് അത് മുന്നിൽ കാണാനുള്ള കഴിവുണ്ട്. അത് ദൈവം അവർക്ക് കൊടുക്കുന്ന ഒരു കഴിവാണ്. എന്താണ്? ഇപ്പോൾ ഇടയന്മാർക്കിടയിലാണ് വഴക്ക്, ഇപ്പോൾ തങ്ങളുടെ ആടുകൾ നോക്കുന്ന ഇടയന്മാർക്കിടയിലാണ് വഴക്ക്. പക്ഷേ അധികം ദിവസം കഴിയുന്നതിന് മുമ്പ് ആ ഇടയന്മാർ പരാതികൾ ഞങ്ങളോട് വന്ന് പറയും, ഞങ്ങൾക്കിടയിൽ വഴക്കാവും. അത് അബ്രഹാമിന് അറിയാമായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, നമുക്കിടയിൽ ഒരു വഴക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം എത്രത്തോളം വേണോ അത്രത്തോളം നീ എടുത്തുകൊള്ളുക. നീ തിരഞ്ഞെടുത്തതിന് ശേഷം മാത്രം ഞാൻ എടുത്തോളാം. അങ്ങനെ ലോത്ത് നോക്കുകയാണ് എവിടത്തെ ഏത് നല്ല സ്ഥലമാണ്, ഏത് സ്ഥലമാണ് എടുക്കേണ്ടത്. ലോത്തിൻ്റെ നോട്ടം മുഴുവനും സമ്പത്തിലാണ്. തനിക്ക് ഉണ്ടായിരിക്കുന്ന ആടുമാടുകളിലാണ്. അപ്പോൾ ഇനിയും ഇത് വർദ്ധിക്കും. അത് വർദ്ധിക്കുമ്പോൾ നല്ല വെള്ളം വേണം, നല്ല നീരോട്ടമുള്ള സ്ഥലം വേണം, അവിടെ ധാരാളം പുല്ല് വേണം. അപ്പോൾ കന്നുകാലികൾക്ക് ഏറ്റവും ഉചിതമായ സ്ഥലം അതാണ് ലോത്ത് തിരിഞ്ഞു നോക്കുന്നത്. ലോത്ത് നോക്കിയപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്.
അവിടെ സോദോം ഗൊമോറ എന്നീ വലിയ പട്ടണങ്ങൾ ഉള്ളതായ, അന്ന് വലിയ പട്ടണങ്ങളൊന്നും അല്ലെങ്കിലും പിന്നീട് വലിയ പട്ടണമായി മാറിയതായ ആ പ്രദേശം, അതിനൊരു പ്രത്യേകത ഉണ്ട്. അത് നീരോട്ടമുള്ളതായ, വെള്ളമുള്ളതായ, നദികളുള്ളതായ സ്ഥലമാണെന്ന് മനസ്സിലായി. തൻ്റെ കന്നുകാലികൾക്ക് സമ്പത്ത് നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലം. ലോത്തിന്റെ നോട്ടം മറ്റൊന്നും സംഭവിച്ചില്ല, അത് തന്നെ തിരഞ്ഞെടുത്തു. ലോത്ത് നീരോട്ടമുള്ളതായ സ്ഥലം തിരഞ്ഞെടുത്തു. ദൈവമക്കളെ, അബ്രഹാമോ നേരെ എതിരെ. നീരോട്ടമൊന്നുമില്ല, അധ്വാനിക്കണം, കഷ്ടപ്പെടണം. കാരണം അബ്രഹാമിന്റെ നോട്ടം സമ്പത്തിലല്ല, തന്നെ വിളിച്ച് വേർതിരിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിലാണ് നോട്ടം. ദൈവമക്കളെ, ഈ ലോത്തിന്റെ നോട്ടം എവിടെയാണ്? സമ്പത്തിലാണ്. ഇതാണ് ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകത. മനുഷ്യൻ സമ്പാദിക്കാൻ വേണ്ടി, സമ്പത്തുണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കുന്നു. എത്ര സമ്പാദിച്ചാലും തൃപ്തി വരുന്നില്ല. ഇതെല്ലാവരുടെയും ഉള്ളിലുണ്ട് കേട്ടോ. ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെയും ഉള്ളിലുള്ളതാണ്, എനിക്കറിയാം. ദൈവമക്കളെ, അത് മാറണ്ടേ, അതൊന്ന് മാറിക്കിട്ടണം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മുടെ ലക്ഷ്യം എന്താണ്? ഒരു നല്ല തുടക്കം കിട്ടി, ദൈവവചനം കേൾക്കാനുള്ളതായ ഭാഗ്യം കിട്ടി, യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലായി, മരണമുണ്ടെന്ന് മനസ്സിലായി, മരണശേഷം ഒരു ന്യായവിധി ഉണ്ടെന്ന് മനസ്സിലായി, ഈ ന്യായവിധിക്ക് ശേഷം ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകമുണ്ട് എന്നുള്ളതായ പരമസത്യം നമുക്ക് മനസ്സിലായി. ദൈവമക്കളെ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഈ വചനം സ്ഥിരമായി നമ്മൾ കേട്ടിട്ടും ഇന്ന് നമ്മുടെ ലക്ഷ്യം എന്താണ്? സമ്പത്താണോ? ഈ ലോകത്തിലെ കാര്യങ്ങളാണോ? ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. ഇതാ, ലോത്ത് സമ്പത്തിലേക്ക് നോക്കി. സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തൻ്റെ സമ്പത്ത് എങ്ങനെ, തൻ്റെ കയ്യിലുള്ള സ്വത്ത് എങ്ങനെ അത് വർദ്ധിപ്പിക്കാം? ഇതാണ് ലോത്തിന്റെ നോട്ടം. ഇത് ഇന്നത്തെ തലമുറയുടെ, നമ്മുടെ ഓരോരുത്തരുടെയും ഒരു സ്വഭാവമല്ലേ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഈ സമ്പത്ത് കൈക്കലാക്കിയിട്ട്, ഈ നീരോട്ടമുള്ള സ്ഥലം കൈക്കലാക്കിയിട്ട് എന്താ സംഭവിച്ചത്? അടുത്ത് തന്നെ സംഭവിച്ചത് എന്താണ്? ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിന്റെ 12 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനായി സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. അന്യരാജാക്കന്മാർ വന്ന് ഈ ലോത്തിനെയും ലോത്തിന്റെ കുടുംബത്തെയും ലോത്തിന്റെ സമ്പത്ത്, ആടുമാടുകൾ സകലതും പിടിച്ച് അന്യരാജാക്കന്മാർ കൊണ്ടുപോയി. ഇപ്പോൾ നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തിട്ട് എങ്ങനെയുണ്ട്? ദൈവമക്കളെ, ഇതാണ് സമ്പത്തിന്റെ പിന്നാലെ പോയാൽ ഉണ്ടാകാൻ പോകുന്ന കാര്യം. ദൈവനാമം മഹത്വപ്പെടട്ടെ. അന്യരാജാക്കന്മാർ ഒന്നൊന്നുമല്ല കേട്ടോ. രാജാക്കന്മാരുടെ എണ്ണമൊക്കെ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്രയും രാജാക്കന്മാർ ഒന്നിച്ചു കൂടി ഈ ദേശത്തെ, ഈ സോദോം ഗൊമോറ ആ പ്രദേശത്തെ, ആ പട്ടണങ്ങളെല്ലാം പിടിച്ചടക്കി അവിടെയുള്ളതായ ധനാട്യന്മാരായ മനുഷ്യരെയും അവരുടെ സമ്പത്തും പിടിച്ചുകൊണ്ട് ഇവർ പോയി. നാം സമ്പത്തിന്റെ പിന്നാലെ പോകുമ്പോൾ, നാം പണത്തിന്റെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കെടുതികളുണ്ടാകും, ഇതുപോലെയുള്ളതായ ആപത്തുകളുണ്ടാകും. ലോത്ത് ഇതുപോലെയുള്ള സ്ഥലമൊക്കെ തിരഞ്ഞെടുത്തു, സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു, ആടുമാടുകൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ നനച്ചിരിയാത്ത സമയത്താണ് ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോഴെന്ത് സംഭവിച്ചു? അവരെല്ലാം കൊണ്ടുപോയി, സമ്പത്തെല്ലാം കൊണ്ടുപോയി, ലോത്തിനെയും കൊണ്ടുപോയി. എന്നാൽ ഭാഗ്യവശാൽ ചില ആളുകളെല്ലാം വന്ന് അബ്രഹാമിനോട് ഈ കാര്യം അറിയിച്ചു. അബ്രഹാം ചെന്ന് ഈ അക്രമികളുടെ കയ്യിൽ നിന്ന് ഈ ലോത്തിനെയും ലോത്തിന്റെ കയ്യിലുള്ള സമ്പത്ത്, നഷ്ടപ്പെട്ട സമ്പത്തെല്ലാം തിരിച്ചു കൊണ്ടുവന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇവിടെ എൻ്റെ മനസ്സിൽ ചിലതെല്ലാം വരുന്നുണ്ട്. ഒരു പക്ഷേ വചനം കേട്ട് ഒരു സമയത്തൊരു തീരുമാനമെടുത്ത ചിലര് അവർ പിന്മാറിപ്പോകും. അവര് ഈ ലോകത്തിലേക്ക് നോക്കും, സമ്പത്തിലേക്ക് നോക്കും, ഈ ഭൂമിയിലുള്ളതായ ചില കാര്യങ്ങളിലേക്ക് നോക്കും. അവര് പിന്മാറിപ്പോകുന്നതായ സമയം വരും. അപ്പോൾ ചില കെടുതികൾ വരും. ജീവിതത്തിൽ ചില നനച്ചിരിയാത്ത സമയത്ത് ചില കെടുതികൾ വരും. ഉടനെ അവരെന്തെർക്കും? ആ പഴയകാല ജീവിതം, ആ ദൈവത്തോട് കൂടെ നടന്ന ജീവിതം ഓർക്കും. അപ്പോൾ ചില ദൈവമക്കളെ വിളിക്കും, ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് ഞാനങ്ങ് പറയല്ല, എന്നാലും ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. അനേകരുടെ അനുഭവം ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നാൽ എന്ത് സംഭവിക്കും? അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ കിട്ടും, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരും. ആയിരുന്ന പ്രതിസന്ധി അവർക്ക് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും, പെട്ടെന്ന് തന്നെ. ചിലപ്പോൾ ചില അപകടങ്ങൾ, ചില മരണങ്ങൾ, ചില രോഗങ്ങൾ, ഏതെല്ലാമാണ് വരുന്നത്. എനിക്കറിയാം, ചിലതൊക്കെ ഞാൻ എൻ്റെ മനസ്സിലുണ്ട്. ഒരു പിന്മാറിപ്പോയ ഒരു ദൈവവേദന, എനിക്ക് വേണ്ടപ്പെട്ട ഒരു ദൈവവേദനായിരുന്നു. ഒരു ദിവസം വൈകിട്ട് ഒരു 9 മണിയായപ്പോൾ എന്നെ വിളിച്ചു. വളരെ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ വരെ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഒരു മകനേ ഉള്ളൂ. ആ മകൻ മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഒന്ന് പ്രാർത്ഥിക്കാൻ പറയാമോ? ദൈവമക്കളെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറയാം. അങ്ങനെ ഞാൻ അവിടെ വെച്ച് തന്നെ ചില ദൈവമക്കളെ വിളിച്ചു. അദ്ദേഹം വചനമൊക്കെ കേൾക്കാൻ വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ദൈവമക്കളെ ഞാൻ ആരെയും പേടിപ്പിക്കാനോ ഭയപ്പെടുത്താനോ വേണ്ടി പറയുന്നതല്ല, സത്യമാണ് ഈ പറയുന്നതല്ല. ഏതായാലും ദൈവമക്കളെ വിളിച്ചു പറഞ്ഞു. ദൈവമക്കൾ തന്നെ ഫോണിൽ കൂടെ അദ്ദേഹത്തോട് സംസാരിച്ചു, മോനെ നീ പേടിക്കണ്ട, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാം, ദൈവം വിടുതൽ നൽകും. ഒരു വാക്ക് അങ്ങനെ പറഞ്ഞു, ദൈവം വിടുതൽ നൽകും. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിന്റെ പ്രയാസം എല്ലാം മാറി.
ICUവിൽ കിടന്ന ആ കുഞ്ഞിനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ശാന്തമായി സ്വസ്ഥമായി പിറ്റേ ദിവസം ആ കൊച്ചിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഒരു കുഴപ്പമില്ലാതെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനിയും വചനം മുടക്കണമോ? ഇനിയും ഇതുപോലെയുള്ളതായ കാര്യങ്ങൾക്ക് പോയി വചനം മുടക്കേണ്ട കാര്യമുണ്ടോ? മടങ്ങി വന്നുകൂടെ? ദൈവവചനം കേൾക്കാൻ വന്നുകൂടെ? വരാം വരാം വരാം. പക്ഷെ വന്നില്ല. ദൈവമക്കളെ പിന്മാറിപ്പോയി. പക്ഷേ ദൈവമക്കൾ പ്രാർത്ഥിച്ച് അവർക്ക് അനുഭവങ്ങൾ തിരികെ കൊടുക്കുന്നു. ഇവിടെ ഇതാണ് അബ്രഹാം പോയാണ് വീണ്ടെടുക്കുന്നത്. ഒരു ദൈവപൈതൽ പോയാണ് അവർക്ക് വീണ്ടെടുത്തു കൊടുത്തത്. അപ്പോൾ ലോത്തിനൊന്ന് തിരിയാമായിരുന്നില്ലേ? ലോത്തിന് ചിന്തിക്കാമായിരുന്നില്ലേ? ഇനി ഞാൻ സമ്പത്തിന്റെ പുറകെ പോകരുത്, ഇനി ഞാൻ നീരോട്ടമുള്ള സ്ഥലത്തിന്റെ പുറകെ പോകരുത്, ഇനി ഞാൻ ആടുമാടിന്റെ പുറകെ അല്ല പോകേണ്ടത്, ഞാൻ ദൈവത്തിന്റെ പിന്നാലെ പോകണം. കാരണം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പിന്നാലെ പോകുന്ന എൻ്റെ ഒരു പിതാവിന് തുല്യനായ അബ്രഹാമുണ്ട്. അദ്ദേഹം നയിക്കുന്നത് പോലെ ഒരു വിശ്വാസ ജീവിതം എനിക്ക് നയിക്കണമെന്ന് എന്തേ ലോത്തിന് തോന്നിയില്ല? അതാണ് ഈ തലമുറയുടെ പ്രത്യേകത. ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകതയാണ്. ദൈവമക്കളെ, ലോത്തിന്റെ കാലം പോലെയാകുമെന്നാണ് പറഞ്ഞത്. അവസരം കിട്ടിയവരാണ്, പക്ഷെ പണത്തിന്റെ പിന്നാലെ പോവുകയാണ്. പണത്തിന്റെ പിന്നാലെ പോയി എല്ലാം നഷ്ടപ്പെട്ടു ലോത്തിന്. ദൈവമക്കളെ, ഇന്ന് അനേകരുടെ ജീവിതം നിരാശയിലല്ലേ? അനേകരുടെ ജീവിതം അനേക അധ്വാനം നടത്തി, രാപകലില്ലാതെ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, സമ്പത്തുണ്ടാക്കി, പക്ഷെ നനച്ചിരിയാത്ത സമയത്ത് ഏതിൽ പോയെന്നറിയില്ല, ഒഴുകിപ്പോകുന്ന പോലെ പോവുകയാണ്. വലിയ കടഭാരത്തിലേക്ക് പോകുന്നു. ഒരു സമയത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതായ പണം സമ്പത്തിൽ ധാരാളമായി സ്വസ്ഥമായി സമാധാനമായി അങ്ങനെ ജീവിക്കുകയാണ്. പെട്ടെന്നാണ് കടഭാരം വന്ന് കയറുന്നത്. പിന്നെയോ തലപൊക്കാൻ പറ്റുന്നില്ല. എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വിറ്റാലും തീരാത്ത കടത്തിലേക്ക് പോകുന്നു. ഇത് മനുഷ്യന്റെ ജീവിതത്തിലുള്ളതല്ലേ? ദൈവമക്കളെ, എവിടെയാണ് തെറ്റുപറ്റിയത്? എന്താണ് കുഴപ്പം പറ്റിയത്? ലഭിച്ച അവസരം നഷ്ടമാക്കി കളഞ്ഞു. സാരമില്ല, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇവിടെ വെച്ച് ഇത് നിർത്താൻ തുടങ്ങട്ടെ. ദൈവമക്കളെ, ലോത്തിന്റെ കാലം പോലെയാകും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട കാലങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു അവസരം ലഭിച്ചു വചനം കേൾക്കുവാൻ, ദൈവത്തെ അറിയുവാൻ, യേശുക്രിസ്തുവിനെ അറിയുവാൻ, ജീവിതം ക്രിസ്തുവിന് കൊടുക്കുവാൻ നമുക്കൊരു അവസരം ലഭിച്ചു. പക്ഷേ പിന്മാറിപ്പോയെങ്കിൽ ഇന്ന് മടങ്ങി വരിക, നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നാം ചിന്തിച്ചത് ഇങ്ങനെയാണ്: വചനം കേൾക്കാൻ അവസരം കിട്ടിയതായ ലോത്ത് പക്ഷെ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. സമ്പത്തിന്റെ പിന്നാലെ പോയതായ ലോത്ത്, സമ്പത്ത് നേടുവാൻ വേണ്ടി ഓടി നടന്നതായ ലോത്ത്, ഈ ലോകത്തിൽ വചനം കേട്ടിട്ടും ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തിന് വില കൊടുക്കാതെ, ദൈവവചനത്തിന് വില കൊടുക്കാതെ, ജീവിതം ക്രമപ്പെടുത്തി സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുങ്ങാതെ, ഈ ഭൗതികമായ നന്മകൾക്ക് വേണ്ടി മാത്രം അധ്വാനിച്ച് മുമ്പോട്ട് പോയ ലോത്ത്. അതാണ് ഇന്നത്തെ തലമുറയുടെ പ്രത്യേകത. ദൈവമക്കളെ, നമുക്ക് പിന്മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ സമയം നമുക്ക് ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കൊടുത്തുകൊണ്ട് മടങ്ങി വരാം. അവൻ വീണ്ടും ഏറ്റെടുക്കുന്നവനാണ്. അവൻ ഒരിക്കലും നമ്മളെ തള്ളിക്കളയുന്നതല്ല. മടങ്ങി വരുവാൻ മനസ്സുണ്ടെങ്കിൽ അവൻ നമ്മെ വീണ്ടെടുക്കുക തന്നെ ചെയ്യും. ദൈവമക്കളെ, അങ്ങനെ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വീണ്ടും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ഈ വചനം കേൾക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിലെ പിന്മാറ്റങ്ങളൊക്കെയും മാറ്റി നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. അടിയങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം അവിടെ ഏറ്റെടുക്കണമേ. യേശുവെ, അടിയങ്ങൾ ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ യേശുവെ നിനക്ക് വേണ്ടി ജീവിക്കും. ഞങ്ങളുടെ ആത്മാവിന് വേണ്ടി കരുതിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് നോക്കാതെ, സമ്പത്തിലേക്ക് നോക്കാതെ, ക്രിസ്തു എന്ന ഏക വഴിയിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അടിയങ്ങൾ ഇനി ഭൂമിയിൽ ജീവിക്കും. കർത്താവെ, തീരുമാനമെടുത്ത ഓരോരുത്തരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. എല്ലാ അടിയങ്ങൾക്കായി ജീവൻ വെച്ച യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ.